നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലുതും പുരാതനവുമായ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രമാണ് തിരുനാവായക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. അദ്വൈതത്തിന്റെ പ്രതീകമായ ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും സംയോജിത രൂപമായി ശങ്കരനാരായണ ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നു. ആദി ശങ്കരാചാര്യരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയി രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ മഹാക്ഷേത്രം. ശങ്കരനാരായണന്റെ ഭൈരവ സ്വരൂപം ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് ഇവിടം. 6 അടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ കടുവാത്തോലും ജടയും ധരിച്ച് നാഗം കയ്യിലേന്തുന്ന വലതു പകുതി ശിവനെ പ്രതിനിധീകരിക്കുന്നു. രത്നകിരീടവും കുണ്ടലവും ധരിച്ച് പാഞ്ചജന്യം കയ്യിലേന്തുന്ന ഇടതു പകുതി വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു.
നമസ്കാരം. നാവായിക്കുളം മഹാക്ഷേത്രം ഒരു മാറ്റത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ശങ്കരനാരായണന് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണെന്നുള്ളതാണ്. അതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു വാഹന പ്രതിഷ്ഠ അല്ലെങ്കിൽ ധ്വജപ്രതിഷ്ഠയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ധ്വജത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. മറ്റുള്ള ദേവതകൾക്കെല്ലാം ഇപ്പോൾ ശിവനായാലും വിഷ്ണു ആയാലും ദുർഗയായാലും ശാസ്താവായാലും അത്തരത്തിലുള്ള ദേവതകൾക്കെല്ലാം അതത് മൂർത്തികൾക്ക്, ഇപ്പോൾ ശിവനാണെങ്കിൽ നന്ദി, ദുർഗയാണെങ്കിൽ സിംഹം, ശാസ്താവാണെങ്കിൽ കുതിര, ഇതുപോലെ പല പല ഒരു ദേവന് ഒരു വാഹനം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ ശങ്കരനാരായണനാകുമ്പോൾ നന്ദിപ്പുറത്തെ ഗരുഡനാണ് ഇവിടുത്തെ വാഹനം. അപ്പോൾ ഒരേ സമയം നമ്മളുടെ ഭൂതത്വത്തിനെയും ഭൂമിയുമായിട്ട് പ്രതിദാനം ചെയ്യുന്ന തത്വത്തിനെയും ആകാശതത്വത്തിനെയും പ്രതിദാനം ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ വാഹനത്തിൻ്റെ പ്രതിഷ്ഠാ സങ്കല്പം തന്നെ. അപ്പോൾ കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് നടക്കാൻ പോകുന്ന അത്യധികം സങ്കീർണമായിട്ടുള്ള ഈ ദേശം തന്നെ ഇനി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറേ ക്രിയാദികളിലേക്കും താന്ത്രിക പ്രവർത്തനങ്ങളിലേക്കുമാണ് ഈ ദേശം മുന്നോട്ട് പോകാൻ പോകുന്നത്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഒരു എളിയ ഭക്തൻ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഈ ഒരു ഉദ്യമത്തിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നാളെ ഈ വാഹനത്തിനെ ധ്യാന സങ്കോചം ചെയ്ത് പരിപൂർണമായിട്ടും വിശ്വമെല്ലാം നിറഞ്ഞിരിക്കുന്നതായ ശക്തിയെ നമ്മൾ സങ്കോചിപ്പിച്ച്, ആ ധ്യാന സങ്കോചം എന്ന് പറയുന്ന ക്രിയയാണ്. ആ ധ്യാന സങ്കോചം ചെയ്ത് സംഹാരതത്വം എന്ന് പറയുന്ന തത്വകലശം, സംഹാരതത്വ പൂജ, സംഹാരതത്വ ഹോമം, അതുപോലെ കലശം, ഇതുപോലെ ഇത്രയും ചെയ്ത് ആ ജീവൻ വാഹനത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നതായ ആ ജീവനെ ദേവങ്ങളിൽ അർപ്പിച്ച് ഇനി വരുന്ന ആ കാലയളവ് കൊടിമരം ഇല്ലാതിരിക്കുന്നതായ, കാരണം കൊടിമരം എന്ന് പറയുന്നത് ഒരു നാടിലേക്ക് ദേവൻ്റെ ഊർജത്തെ പ്രസരിപ്പിക്കുന്ന ഒരു മാധ്യമമാണ്. നിങ്ങളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ കൊടിമരം ഉണ്ടെന്നുണ്ടെങ്കിൽ ദേവൻ്റെ നട അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൊടിമരം നോക്കി തൊഴാം എന്ന് തന്ത്രത്തിൽ വിധിയുണ്ട്. നമ്മുടെ കേരളീയ തന്ത്രത്തിൽ വളരെ പ്രധാനമായിട്ട് കരുതുന്ന ഒരു വിധിയാണിത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു മാധ്യമത്തെയാണ് നമ്മൾ പുനരാവിഷ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ നവീനമായിട്ടുള്ള ഒരു തങ്കധ്വജം, സുവർണധ്വജം ആക്കി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറ്റാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവുക. സർവോപരി ഈ ഒരു കാലയളവ് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എത്രത്തോളം കണ്ടുവരുന്നു എന്നറിയില്ല. ഇപ്പോൾ ഒരു മുടിപ്പുരയിൽ തോറ്റംപാട്ട് നടത്തിയാൽ, തോറ്റംപാട്ട് പാടി കുടിയിരുത്തി കഴിഞ്ഞാൽ 7 ദിവസം ആ ദേവിയുടെ പാട്ട് പാടി കുടി ഇളക്കുന്നത് വരെ പുതുതായിട്ട് ഓല മേയില്ല, വയൽ നമ്മൾ കറ്റയെടുക്കില്ല, മറ്റ് മെതി മുതലായ കാര്യങ്ങൾ ചെയ്യില്ല, വീട്ടിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്ക് പോലുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കറിക്ക് നമ്മൾ കടുക് താളിക്കത്ത് പോലുമില്ല. അത്രയും പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയാദികൾക്ക് പോലും ഈ കാര്യത്തിലേക്ക് നമ്മളുടെ ആ ഒരു വ്യത്യാസം വരരുത്. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ ഈ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിലേക്ക്, ഈ ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവൃത്തിയിലേക്കും ആയിരിക്കണമെന്നുള്ള ഒരു വലിയ സങ്കല്പമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു ഈ ഒരു നിമിഷം നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തിരിക്കണം. നമ്മളുടെ ജീവനും നമ്മളുടെ സ്വത്തിനും നമ്മൾ ഓരോരുത്തരെയും നിലനിർത്താനും, നമ്മളുടെ പൂർവികരെ നിലനിർത്തുന്നതും നമ്മളുടെ ഭാവി തലമുറയെ നിലനിർത്തുന്നതും ഈ ദേശത്തെ ദേവനാണ്. ഈ ദേശത്തെ ദേവൻ നമ്മളുടെ നാട്ടിലെ ദേവനെ പരിപാലിക്കാതെ മറ്റേത് സ്ഥലത്ത് പോയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് നമ്മളുടെ ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും
ഉണ്ടാവട്ടെ എന്ന് ശങ്കരനാരായണ സ്വാമിയുടെ പേരിൽ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ക്ഷേത്രപാലൻ, ആ ക്ഷേത്രപാലൻ്റെ സമീപത്ത് നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചതായിട്ട് ആരോ വായിച്ചറിഞ്ഞു. അപ്പോൾ അതിൽ വളരെ എന്തോ ഒരു നിമിത്തം പോലെ നമുക്കിത് ഒത്തുവന്നതാണ്. ഫെബ്രുവരി 9 എന്ന് പറയുന്നത് കേട്ടപ്പോൾ വളരെ സന്തോഷം. അത് നിങ്ങളെ കൂടെ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ പ്രതിഷ്ഠ നടത്തിപ്പിച്ചുകൊള്ളാം, ഇത് സത്യം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഈ സത്യം ചെയ്യൽ കൃത്യമായിട്ട് നാളെ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നുണ്ടാവും, ഒന്നുകൂടി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജനങ്ങളുള്ളതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുക, എല്ലാവരും ഇതിൽ പങ്കെടുക്കുക. മൈക്കുള്ളതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പുറകിൽ നാട്ടോ നമ്മളെ ഓരോരുത്തരെയും തന്ത്രി സംസ്കരിക്കുന്നതായിട്ട് വരരുത്, നമ്മൾ പുറകിലായിരിക്കും. പൂർവംകൃതമിതം ദേവാലയമസാരവൽ പ്രാപ്തം കാലവശാദ്ഭൂയോ വയന്തൽ കർത്തുമുദ്യത കാലേന ഇതാവതാ ഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാപയാമോ വയം സത്യം ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിതാ യദുച്യമാനമസ്മാഭിരനുഗൃഹന്തു തേന പൂർവംകൃതമിതം ദേവാലയമസാരവൽ പ്രാപ്തം കാലവശാദ്ഭൂയോ വയന്തൽ കർത്തുമുദ്യത കാലേന ഇതാവതാ ഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാപയാമോ ശൃണ്വന്തു ദേവതാ സർവാ പ്രാസാദമിമമാശ്രിതാ യദുച്യമാനമസ്മാഭിരനുഗൃഹന്തു പൂർവംകൃതം ദേവാലയം സാരവൽ പ്രാപ്തം കാലവശാദ്ഭൂയോ വയന്തൽ കർത്തുമുദ്യത കാലേന ഇതാവതാ ഭൂയ പ്രാസാദേസ്മിൻ പുനർനവേ പ്രാപയാമോ വയം സത്യം ഉപനിജ്ഞാതുമർഹത. ചുമതലക്കാരാദ്യം നമസ്കരിക്കട്ടെ. ഇന്നൊക്കെ ഉള്ള സമയത്തൊക്കെ ഇന്ന് നമസ്കരിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഇത് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മതി, തിരക്ക് കൂട്ടണ്ട. സംഹാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇന്നത്തേത് കഴിഞ്ഞു. നാളെ 9 മണിയോടുകൂടി കുടിമരച്ചുവട്ടിലെ ഹോമമൊക്കെ ആരംഭിക്കുന്നുണ്ടാവും, കലശപൂജയും ഒക്കെ. 11 മണിയോടുകൂടിയാണ് ദ്വയത്തിൻ്റെ ഉദ്വാസന ചടങ്ങുകൾ നടക്കുന്നത്. അന്നേരം നമ്മൾ കൃത്യമായി പ്രതിഷ്ഠയുടെ സത്യം ചെയ്യൽ ചടങ്ങുകൾ വീണ്ടും നടക്കുന്നുണ്ടാവും. അതിലൊക്കെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക. ആ വാഹന ഉദ്വാസന ചടങ്ങുകൾ, അതുപോലെ ധ്വജദണ്ഡം സംസ്കരിക്കുന്ന ചടങ്ങുകൾ 11 മണിയോടുകൂടി സമാപിക്കുന്നുണ്ടാവും. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക. ഇപ്പുറത്ത് പോണേ. ചരിത്രപരവും ചരിത്ര താളുകൾ ഇടം പിടിച്ചതുമായുള്ള നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. വൈകുണ്ഠവും ശിവനും വിഷ്ണുവും, അതുകൊണ്ട് കൈലാസവും വൈകുണ്ഠവും ഒരുമിച്ച് ഒത്തുചേരുന്ന വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും കിടക്കുന്ന
മൺമറഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ജനങ്ങളുടെ, ശങ്കരനാരായണ സ്വാമി ഭക്തരുടെ ചിരകാല അഭിലാഷമായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുക എന്നുള്ളത്. അതായത് ഇവിടുത്തെ കൊടിമരം എന്ന് പറയുന്നത് കോൺക്രീറ്റ് തീർത്ത ഫില്ലറിൽ ചെമ്പ് ഉറകൾ ഇറക്കിയ ഒരു കൊടിമരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് കുഴിക്കാട്ടിൻ്റെ പിന്നെ വാസുദേവൻ നമ്പൂതിരിയുടെ ശില്പിയായ അദ്ദേഹത്തിൻ്റെ ശില്പചാതുര്യത്തിൽ അദ്ദേഹം ചെയ്ത ആ കൊടിമരത്തിൻ്റെ പ്ലാനും തച്ചുശാസ്ത്രപ്രകാരവും ആണ് നമ്മളിത് ഈ കൊടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ തച്ചുശാസ്ത്ര വിധിപ്രകാരം ഉപദേശക സമിതി പിന്നെ ഒരു 75 വർഷം പഴക്കമുള്ള ഒരു തേക്ക് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് കണ്ടെത്തുകയും അത് കഴിഞ്ഞ 2024 വിഷുദിനത്തിൽ വളരെ ആഘോഷപൂർവ്വം നിലമ്പൂരിൽ നിന്ന് നാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് കൊണ്ടുവരികയും ഗണപതി ആചാര്യയുടെ മകൻ തച്ചൻ മാന്നാർ സുനോജിൻ്റെ തച്ചപ്പണിയിലും തച്ചൻ്റെ പണിയെല്ലാം കഴിച്ച് ആ തേക്കിൻതടി കഴിഞ്ഞ ആഗസ്റ്റ് 18-ാം തീയതി ചിങ്ങൻ 2-ാം തീയതി തൈലാദിവാസം നടത്തുകയും ചെയ്തു. അതിനുശേഷം കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം തന്നെയാണ് ഉത്സവത്തിന് മുമ്പ് ഏപ്രിൽ 25 ഉത്രട്ടാതി മഹോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ സ്വർണ്ണ ധ്വജം പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഒരു ആഗ്രഹം ഭക്തജനങ്ങൾ പ്രകടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് കമ്മിറ്റി മുൻകൈയെടുത്ത് തന്നെ ആ സ്വർണ്ണ ധ്വജം പ്രതിഷ്ഠിക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ആ തൈലാദിവാസ പ്രക്രിയകൾ 6 മാസ കാലാവധി പൂർത്തിയാക്കുകയും ഈ വരുന്ന മാർച്ച് 1-ാം തീയതിയോടുകൂടി തന്നെ തേക്ക് ആ തൈലത്തിൽ നിന്നെടുത്ത് ആധാരശില സ്ഥാപിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതിയോടുകൂടി ആ മഹനീയ മുഹൂർത്തത്തിൽ തന്നെ ഈ കൊടിമരം പ്രതിഷ്ഠാകർമ്മങ്ങൾ നിർവഹിച്ച് ഭഗവാൻ സമർപ്പിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരുടെ അകമഴിഞ്ഞ ഭക്തരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ കമ്മിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു.
പോയി ഇവിടെ തോളിൽ ब्रह्मणस्पदे देवयन्द्वस्त्वे मधे उपप्रयन्तु मरुतस्तु दानव ईशतमाघशंभो बृहद्वदेमविदधे सुवीरा प्रदक्षिणिदभिक्रन्तिकारवो वयोवदन्त ऋतुभाषकुन्दय देवासु वदति सामगायत्रं जत्रैष्टुभञ्जानुराजिनि दुर्गादेव शकुनि सामगायति पुत्रादिव सवनेषु शंसे वृषेव वाली शिशुमतीरवीतो सत्वरो न शमने भद्रमावद विश्वरो न पुण्यमावद आवदस्त्वमिने भद्रमावद दूषणीमासीद सुमतिर्विद्या स्वस्तिनो रामश्विना भगवद्दिवेव्यतिरिरापण स्वस्तिभूषां सरोदधारा स्वस्तिर्द्यावा पृथिवीर्देदुरा स्वस्तये वायुमुपग्रवामहै सोमं सुभुवनस्य यस्पति बृहस्पतिं पद्मगणं स्वस्ते स्वस्तया आदित्यासो वन्दना विश्वे देवानो मध्या स्वस्ते वैश्वानरो वसुदेवे स्वस्तये देवा
ഇവിടെ ഇരിക്കുന്നത് തിരുമേനി.
വിശദമായിട്ട് പറയുകയുണ്ടായി. നമ്മൾ ദീപോദ്വാസനം ചെയ്ത് ഈ വാഹന കൊടിമരത്തിൻ്റെ അഗ്രത്തിലുള്ള വാഹനത്തെ നമ്മൾ കലശത്തിൽ ശംഖിലേക്ക് ആവാഹിച്ച് ആ ശംഖിലെ തീർത്ഥം കലശത്തിൽ ആവാഹിച്ച് കലശത്തിലേക്ക് നിക്ഷേപിച്ച് പ്രദക്ഷിണമായിട്ട് അകത്ത് പോയി ദേവങ്കിലേക്ക് ലയിപ്പിക്കുന്ന ചടങ്ങാണ്. അതിന് ഉദ്വാസനം നടന്നിട്ടില്ല, ജീവകലശം പൂജിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനിയാണ് ഉദ്വസിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്ത് ഗൗരവമായ ക്രിയകൾ ചെയ്യുമ്പോഴും ഒരു ബ്രാഹ്മണന് ദാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, അതുപോലെ ഇതുവരെ ഉള്ള ആരാധിച്ചിരുന്ന ഭക്തജനങ്ങളുടെ അനുഗ്രഹം, അതിനുശേഷം എപ്പോഴത്തേക്ക് ഇത് പുനഃപ്രതിഷ്ഠ നടത്തിക്കുന്നുള്ള സത്യം ചെയ്യുക, ഈ 3 ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ പറഞ്ഞു തരുന്ന വാചകം കൃത്യമായിട്ട് ഏറ്റു പറഞ്ഞാൽ മതി. അപ്പം ആ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങൾ ഓം ശങ്കരനാരായണായ നമഃ. ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണക്കൊടിമരത്തിൽ ധിയാംവണ്ണം എല്ലാ ക്രിയകളോടും കൂടി വാഹനത്തെ പുനഃപ്രതിഷ്ഠ നടത്തി ധ്വജപ്രതിഷ്ഠ ധിയാംവണ്ണം ആചരിപ്പിച്ചുകൊള്ളാം. ഇതു സത്യം, ഇതു സത്യം, ഇതു സത്യം. ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ വാഹനത്തെ സ്വർണ്ണക്കൊടിമരത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി ധിയാംവണ്ണം നടത്തിപ്പിച്ചുകൊള്ളാം. ഇതു സത്യം, ഇതു സത്യം, ഇതു സത്യം. ഇന്നേക്ക് ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണക്കൊടിമരത്തിൽ ദേവവാഹനത്തെ ധിയാംവണ്ണം എല്ലാ ക്രിയകളോടും കൂടി തന്ത്രനിർദ്ദേശപ്രകാരം പുനഃപ്രതിഷ്ഠ നടത്തിപ്പിച്ചുകൊള്ളാം. ഇതു സത്യം, ഇതു സത്യം, ഇതു സത്യം. ഇനി ആ ചടങ്ങ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ കലശം ശിരസിലേറ്റി എല്ലാവരും ഉൾപ്പെടെ ഒരു പ്രദക്ഷിണം പുറത്ത് അകത്തൊരു പ്രദക്ഷിണം. അതിനുശേഷം നമ്മുടെ ശ്രീകോവിലിനുള്ളിൽ അഭിഷേകം ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് വാതിലടച്ചായിരിക്കും അഭിഷേകം ചെയ്യുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി നിന്നാൽ മതി. അങ്ങനെയാണ് പതിവ് അതിൻ്റെ ക്രിയയുടെ ചടങ്ങ്. പോകുമ്പം ഉറക്കെ ആരെങ്കിലും മന്ത്രം ജപിച്ചു കൊടുക്കുക, എത്രയും ഉറക്കെ നാമം ജപിക്കുക. ഇനി ഭഗവാനാണ് നമ്മളെ നടത്തി തരേണ്ടത്. ഇനി എല്ലാം നമ്മുടെ കയ്യിൽ ദ്രവ്യങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും അത് കൃത്യമായി സമയത്ത് നടക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഇനി അത് നടത്തുക എന്നുള്ളതാണ്. കാരണം നമ്മളല്ല ഇനി ഇതിൻ്റെ നമ്മളൊരു ചട്ടുകമായിട്ട് നമുക്ക് നിൽക്കാനേ പറ്റും. ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പരിപൂർണമായി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തും എത്രയോ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കാത്തതും ഉണ്ടാകും. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇന്നു മുതൽ ഈ ഒറ്റ കർമ്മത്തിനായിരിക്കണം. ഇതിനകത്തിലെ ഈ ക്ഷേത്രത്തിൽ ഇനി ഇതിന് ശേഷം മാത്രമേ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും, ഇത് കഴിഞ്ഞേ ഉള്ളൂ ഇനി അടുത്ത എന്ത് പരിപാടികളും. കാരണം നമ്മളത് സ്ഥായിയായുള്ളതിനെ ഉദ്ദേശിച്ച് മാറ്റുകയാണ്. അപ്പോൾ ഇനി അത് വന്നതിന് ശേഷം മാത്രമേ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാ ആഘോഷങ്ങളെന്നും പറയും. ഈ ആഘോഷങ്ങളൊക്കെ കഴിവതും ചുരുക്കി ആ സാമ്പത്തികം കൂടി ഇതിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുക. അപ്പം ആ ഒരു പ്രാർത്ഥന എല്ലാവരിലും ഉണ്ടാവണം. ഇതിൻ്റെ ആ സത്യം ചെയ്തതിൻ്റെ ആ അർത്ഥം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. ഇനി ആ ചടങ്ങ് നടക്കുകയാണ്. ഈ പ്രദക്ഷിണത്തിന് ശേഷം, അഭിഷേകത്തിന് ശേഷം ഇത് ധ്വജത്തിൻ്റെ ദണ്ട് നമ്മൾ തെക്കുഭാഗത്ത് ചെറിയൊരു ഹോമം നടത്തി ആ നിർമ്മാല്യധാരിക്ക് സമർപ്പിക്കാമെന്ന ദഹിപ്പിക്കുന്ന ചടങ്ങുകളുണ്ട്. അത് പെട്ടെന്ന് നടക്കും. കിട്ടുന്ന താമസമേ ഉള്ളൂ.
കൈ എന്ന് പറയുന്നത് എണ്ണ ഇത്തിരി വല്ല അകത്ത് വേണോ ആയില്ലേ? അതെടുത്ത് എവിടെ വയ്ക്കാം ഇതൊക്കെ ഇവിടെ വയ്ക്കും. അവിടെ വെക്കുന്നേ ആ മൂലിക്കോട് വെച്ചോ, അങ്ങോട്ട് എടുക്കാൻ പാടില്ല. അവിടെ തന്നെ കൊണ്ടുവച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ നിങ്ങൾക്ക് മാറ്റാം, ആരെങ്കിലും മാറ്റിക്കും. പാത്രത്തിലോട്ട് നമ്മളെടുക്കാണ്ട് എടുത്തു, പിന്നെ അവിടെ പോയിട്ട് 6 റൂം അതിൻ്റെ പേരിൻ്റെ ഞാൻ പേര് തന്നായിരുന്നു എൻ്റെ അത് അളിഞ്ഞ് പിടിച്ചു കൊടുത്താൽ ഇല്ല ഒന്നും എടുത്തിട്ടില്ല. മണ്ഡപത്തിലോട്ട് വെച്ചു കൊണ്ട് വെക്കാം മണ്ഡപത്തിലോട്ട് വെച്ചോട്ടെ. പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാം. ദഹിപ്പിക്കാനുള്ളത് കൊടുക്കണം. ആ മണ്ഡപത്തിലോട്ട് വെക്കാം. മണ്ഡപത്തിലോട്ട് തൽക്കാലം വെക്കാം സാറേ. സാറേ നോക്കണേ ഇത് നിൽക്കല്ലേ.
അല്ല ഇവിടെ വയ്ക്കുകയല്ലേ മണ്ഡപത്തിൽ വയ്ക്കും. വാച്ചറന്തി എവിടെയാണ്? മറ്റേത് മാത്രമല്ലേ അകത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് വെച്ചു കഴിവ് നോക്കിക്കണം മണിയണ്ട. അവിടെ നിൽക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തും. എന്തെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് പോയാൽ നാൽപ്പത്തേഴ് വർഷം മുമ്പാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ചെമ്പ് കൊടിമരം സ്ഥാപിച്ചത്. അതിനു മുമ്പ് അടയ്ക്കാമരത്തിലായിരുന്നു കൊടിയേറ്റിക്കൊണ്ടിരുന്നത്. അപ്പം സ്ഥിരമായിട്ടൊരു കൊടിമരം വേണമെന്നൊരു വിചാരം വന്നതിന് ശേഷമാണ് നാട്ടുകാരുടെ ഒരു ശ്രമഫലമായിട്ട് ചെമ്പ് കൊടിമരം സ്ഥാപിച്ചത്. അന്ന് 9/2/79 കൊടിമരം ചടങ്ങുകൾ നടത്തിയത്, സ്ഥാപന ചടങ്ങുകൾ നടത്തിയത്. എന്തോ അതൊരു നിമിത്തമെന്ന് തന്നെ പറയട്ടെ, വീണ്ടും ഒരു 47 വർഷം കഴിഞ്ഞ്
9/2/25 ആ കൊടിമരം മാറ്റി സ്വർണ്ണക്കൊടിമരം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടികൾ തുടങ്ങി. ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ അന്ന് അന്ന് ചെമ്പ് കൊടിമരം സ്ഥാപിച്ചപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ കാലഘട്ടം. എനിക്കറിയാം അന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഉള്ള പണിക്കാരാണ് വന്ന് ജോലി ചെയ്ത് ഈ ചെമ്പ് കൊടിമരം സ്ഥാപിക്കുന്നത്. വളരെ ആഴമുള്ള കുഴിയാണ് എടുത്ത് കോൺക്രീറ്റ് ചെയ്ത് ഈ സ്തംഭം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ജോലിക്കാരുമൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. വളരെ ദീർഘകാലത്തെ ഒരു ശ്രമം കൊണ്ടാണ്. അന്ന് ഇത്രയും നമ്മുടെ സാമ്പത്തിക ശേഷി നാട്ടിലില്ലായിരുന്നു. ചെറിയ ചെറിയ സമ്പത്ത് സ്വരൂപിച്ചിട്ട് എല്ലാവരുടെയും ഒരു ശ്രമഫലമായിട്ടും എല്ലാവരുടെയും സഹായത്തിലാണ് നമ്മൾ അന്ന് ചെമ്പുകൊടികളോട് സ്ഥാപിച്ചത്. ഇപ്പോൾ അതേപോലെ തന്നെ വീണ്ടും നമ്മുടെ ഒരു കാലഘട്ടം അനിവാര്യമായ ഈ സന്ദർഭത്തിൽ വീണ്ടും നമ്മളൊരു സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കും. ഈ ഒരു ചെമ്പുകൊടിമരത്തിന് ഏതാണ്ട് ഒരു 50 വർഷം ഈ കോൺക്രീറ്റ് സ്തംഭത്തിന് 50 വർഷം ആയുസേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ സ്ഥാപിക്കാൻ പോകുന്നത് തേക്ക് തടിയിലാണ്. തേക്ക് തടിക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും 100 വർഷം വരെ ആയുസ് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ നിർണ്ണയിക്കാം. പക്ഷേ എന്തായാലും ഈ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് 2 കൊടിമരം അല്ലെങ്കിൽ 3 കൊടിമരം, അടയ്ക്കാമരം, ചെമ്പ്, സ്വർണം, ഇപ്പോൾ സ്വർണം, ഇതെല്ലാം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു അപൂർവമായ ഭാഗ്യമാണ്. ജന്മത്ത് കഴിയുന്ന അപൂർവമായൊരു ഭാഗ്യമാണിത് നമുക്ക് കിട്ടുന്നത്. പക്ഷേ എന്നാലും ഇനിയൊരു തലമുറ, ഇനി ഒരു 100 വർഷം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ സാധിക്കും. അന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനൊരു കാര്യത്തിൽ പങ്കാളികളാകാനും കാണാനും നമുക്ക് കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അതിന് ഈശ്വരൻ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ്? പറ. അച്ഛൻ അമ്പലത്തിൽ ഇരിക്കുന്നു. അവിടെ കൊടിമരം അളക്കുന്നു. അമ്മ വന്നാ പേരിട്ടാ മതി. ആവശ്യം ചേട്ടാ ഇനി എന്തോ ചെയ്യാൻ പറ്റാത്ത പൂജാത്രം ഞാൻ എടുത്തു വെക്കണോ?
വേലിക്ക് മുമ്പ് എന്നത് മുറിഞ്ഞു വീഴുമ്പോഴേ മറ്റേ കഷ്ണം ഇട്ട് ചേർത്താൽ തിരുനാവായിക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി മഹാക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമര നിർമ്മാണ പ്രവർത്തനങ്ങൾ 2024 വിഷുദിനത്തിൽ ആരംഭം കുറിച്ചു. ഇന്നേ ദിവസം നിലവിലെ ചെമ്പ് കൊടിമരം കോൺക്രീറ്റ് തൂണിൽ ചെമ്പ് പറകളാക്കിയിരുന്ന കൊടിമരത്തിൻ്റെ ജീവോദ്വാസന ചടങ്ങുകൾ കഴിഞ്ഞു. ചെമ്പ് പറകളും അതിൻ്റെ കൊടിക്കൈയും ഇറക്കി അതിൻ്റെ ദഹനവും ജീവോദ്വാസനയും എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ്. ക്ഷേത്രോപദേശ സമിതിയും കൊടിമര നിർമ്മാണ കമ്മിറ്റിയും ചേർന്ന് കൊടിമര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ശങ്കരനാരായണ സ്വാമി ഭക്തർ വളരെ സജീവമായി തന്നെ കൊടിമര നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം സഹകരിക്കുന്നു. ഒരുപക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കമ്മിറ്റി തീരുമാനിക്കുന്നതിനേക്കാളും അതിവേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വരുന്ന ഏപ്രിൽ 9 സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ച് ഏപ്രിൽ 25 ആരംഭിക്കുന്ന ഭഗവാന്റെ ഉത്രട്ടാതി മഹോത്സവം സ്വർണ്ണ കൊടിമരത്തിൽ കൊടിയേറണം എന്നതാണ് കമ്മിറ്റിയുടെ ആഗ്രഹം. ആ ഒരു ഉദ്യമത്തിൽ കമ്മിറ്റി മുന്നോട്ട് പോകുന്നു. ശ്രീ ശങ്കരനാരായണ സ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ശങ്കരനാരായണ സ്വാമി ഭക്തരുടെയും സഹായ സഹകരണങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അഭ്യർത്ഥിക്കുന്നു. ദേവസ്വം ഓഫീസിനകത്ത് പോയി അങ്ങോട്ട് ഓഫീസിൻ്റെ അകത്ത്
കേട്ടോ. ആ ഓ ആ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായി ശൈവവും വൈഷ്ണവവും സമ്മേളിക്കുന്ന നാവായിക്കുളം മഹാക്ഷേത്രത്തിൽ അതിസങ്കീർണവും അതിശക്തവുമായ താന്ത്രിക ക്രിയകളാണ് വരുന്ന മാസങ്ങളിൽ നടക്കുവാൻ പോകുന്നത്. ആയതിനാൽ തന്നെ ഈ ചടങ്ങിൽ ആദ്യമധ്യാന്തം പങ്കെടുക്കണമെന്നത് ദേശത്തിലെ ഓരോ വ്യക്തിയുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരുടെയും ജന്മാർജിതമായ പാപങ്ങൾ നശിച്ച് പരിപൂർണമായ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ആചാര്യമതം.